ചില ദിവസങ്ങൾ ചിലർക്ക് വേണ്ടിയുള്ളതായിരിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയായിരുന്നു ഇന്നലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ ദിവസം അക്ബറിന് വേണ്ടിയുള്ളതേ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം അക്ബറിന് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് അക്ബറിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ദിവസമാണെന്ന് തന്നെ വേണം പറയാം അല്ലെ. കാരണം ഒന്നാമത്തെ കാര്യം രേണുസുദീനെ ആ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച പരാമർശം, അതെന്താണേലും കൈവിട്ടു പോയി. നമ്മൾ പറയുമല്ലോ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണേലും അത് ഒത്തുതീർപ്പാക്കാന്ന് വെച്ചാൽ, എന്താണേലും ഇതുപോലെ ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ സംസാരിക്കാതെ ഈ ഒരു വിഷയം സോൾവ് ആവുന്നുള്ള കാര്യം നോക്കുകയേ വേണ്ട. എത്ര സോറി പറഞ്ഞ് പറയുന്ന എന്നിട്ട് ഒരു കാര്യമില്ല. എന്താണ് അത് രേണുസുതി അല്ല, അവിടെയുള്ള വേറെ ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും അത് മാക്സിമം യൂസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ കാര്യം പോട്ടെ, അതെന്താണേലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ലാലേട്ടൻ വന്ന് കഴിഞ്ഞിട്ടൊക്കെ പയ്യൊക്കെ എന്താണെങ്കിലും സോൾവ് നടക്കത്തുള്ളൂ. എന്നാ പോട്ടെ, ഇതൊരു ഗെയിം വന്നു, ഗെയിം നന്നായി കളിക്കാം. ഗെയിം കളിച്ച് എനിക്ക് നല്ല എന്താ പറയുക, സങ്കടമാണോ അതോ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കോമഡി തോന്നിപ്പോയി ശരിക്കും അല്ലെ. ആ ടാസ്കില് ഗോൾഡൻ കോയിൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഗോൾഡൻ കോയിൻ കിട്ടിയിട്ട് പള്ളി മേടിച്ചെടുത്ത ഒരാളായിപ്പോയി അക്ബർ. അതായത് ഗോൾഡൻ കോയിൻ കിട്ടുമ്പോൾ സൂപ്പർ പവർ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് റൗണ്ടിൽ എന്താ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരമാണ്, അത് സെക്കൻഡ് വീക്കിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരമാണ്. അവര് ഭയങ്കര പ്ലാനിങ്. ഉറപ്പായിട്ടും എന്താ പറയാ, അനീഷിനെ പിടിച്ച് നോമിനേഷനിൽ ഇടുന്നുള്ളത് 100% ഉറപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവരതിനു വേണ്ടിയിട്ട് ആരിനെ കൂട്ടുപിടിച്ച് ഭയങ്കര കാര്യമായിട്ട് കളിച്ചൊക്കെ പോയിട്ട്, അതും ആരാണെങ്കിൽ നന്നായി ടാസ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു കേട്ടോ. നിലവിൽ ആ ഫസ്റ്റ് ടാസ്കും അതുപോലെ ഇപ്പോഴത്തെ ടാസ്ക് ഒക്കെ കളിക്കുമ്പോൾ ആരും വലിയ കുഴപ്പമില്ലാതെ ടാസ്ക് ഒക്കെ അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്പൊ ആരിനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും കൂട്ടുപിടിച്ചതും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആരിന്റെ കയ്യിൽ നിന്ന് ഷാനവാസ് ആ കോയിൻ താഴെ വീണത് പറക്കിയെടുത്ത് ഭയങ്കര മാരക ട്വിസ്റ്റ് ആയിപ്പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു പോയിന്റില് തീർന്നു. അക്ബറിന് നേരിങ്ങ് തിരിഞ്ഞ പോലത്തെ ഒരു സംഭവമായിപ്പോയി. അങ്ങനെ ഗോൾഡൻ കോയിൻ കൈ കിട്ടിയിട്ട് സെക്കൻഡ് വീക്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ആവേണ്ട ഒരു അവസ്ഥയാണ് അക്ബറിന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ അക്ബറിന് കേട്ടോ. പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ട് കണ്ടിട്ട് ഇവര് പ്ലാൻ ചെയ്ത് അനീഷിനെ എന്താണേലും ഓക്കെ, അനീഷ് സെക്കൻഡ് വീക്കിൽ നോമിനേഷനിൽ വന്നു എന്ന് നമ്മളിങ്ങനെ ഉറപ്പിച്ചൊരു സമയമാണ്. പക്ഷെ അത് പെട്ടെന്ന് അതില് ഷാനവാസിന്റെ റോള് പറയാതിരിക്കാൻ പറ്റില്ല. ആ താഴെ വീണ കോയിൻ വേറെ ആരെങ്കിലും ആണെങ്കിൽ നന്മമരം കളിച്ചെന്നാ മോനെ തിരിച്ചു കൊടുത്തേനെ. പക്ഷെ ഷാനവാസ് അതൊന്നും ചെയ്തില്ല. അത് വളരെ നല്ലൊരു സ്മാർട്ട് പ്ലേ ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഒരാളുടെ കയ്യിൽ നിന്ന് കോയിൻ താഴെ പോവുക, അതെടുത്ത് കയ്യിൽ വെക്കുക, അത് ബിഗ് ബോസിലൊക്കെ സ്വാഭാവികമാണ്. അതിന് കരഞ്ഞു വൈകിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ അത് ഭയങ്കര നല്ലൊരു ബ്രില്യൻ മൂവ് ആയിരുന്നു ശരിക്കും. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സെനാരിയോ മൊത്തത്തില് മാറ്റിയ ഒരു സംഭവമായിരുന്നു ശരിക്കും. അത് അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും ഇന്നലത്തെ ദിവസം അക്ബറിനുള്ളതായിരുന്നില്ല. ഓക്കെ, അക്ബറിനുള്ള ദിവസങ്ങൾ മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.